അതായത് ഭർത്താവ് അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുന്ന നാളെ വയ്യ ലോഡ് അടയ്ക്കണ്ടേ. അത് എനിക്കൊന്ന് ഈ മംഗലാപുരത്ത് നിന്ന് കാണുന്നുണ്ട് ഞങ്ങളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നാട്ടോ ദൈവം ചോദിച്ചേ. ഞങ്ങളും മക്കളും സഹിച്ചു. അതാണ് എന്റെ ഒരു ലൈഫ്. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. കണ്ട അന്ന് മുതൽ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ പിന്നെ വാലന്റൈൻസ് ഡേന്റെ നമ്മള് പിന്നെ എന്താ പറയാ കയ്യിൽ ഉള്ള സാധനങ്ങള് നോക്കി ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കലുണ്ട് അല്ലേ ഇതാ. അപ്പൊ ഈ വാലന്റൈൻസ് ഡേ നമുക്ക് ഇതാ ചെറിയൊരു ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കിട്ടോ. പിന്നെ വേറെ വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് ഞാള് മാത്രമായിട്ട് കുറച്ച് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം, അത്രയേ ഉള്ളൂ ആഗ്രഹം അല്ലേ. അതാണ് ഒരു ദിവസമല്ലേ, ഒരു ദിവസം നമുക്ക് അതിനുവേണ്ടി മാറ്റി വെക്കാം. അതെ, ഇതിനിപ്പോ ആർക്കെങ്കിലും മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വാലന്റൈൻസ് ഡേ അത് ചിലപ്പം പറയുന്നുണ്ടാവും, അതായത് ഈ ഇത്രയും പ്രായമായില്ലേ ഇപ്പൊ വാലന്റൈൻസ് ഡേ അങ്ങനെ പ്രണയിക്കുന്നതിന് അങ്ങനെ വയസ്സും കാര്യമൊന്നുമില്ല. ഏത് സമയത്തായാലും വാലന്റൈൻ എന്ന് പറയുന്നത് ആൾക്കാർ നമ്മളെ കൂടെ തന്നെയുള്ള നമ്മളെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പാർട്ട്ണർ എപ്പോഴും ആഘോഷിക്കണം അല്ലേ. അതെ, തീർച്ചയായും. അപ്പൊ ഇത് കല്യാണം കഴിയുന്നവരെ അള്ളും അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞിട്ട് മരിക്കുന്നവരുണ്ട് എന്നാണ് എന്റെ പ്രണയം എപ്പോഴും ഉണ്ടല്ലോ. നമ്മളെ ഒരു പ്രണയം നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എന്താ പറയുക, സ്നേഹം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മള് സ്നേഹിക്കുന്നത് കണ്ടിട്ട് വേണം നമ്മളെ മക്കള് നാളെ സ്നേഹിക്കാൻ. പോകുമ്പോ ആളെ വേറെ കൂടി പുകലായി കുഞ്ഞു ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ, നമ്മള് വാങ്ങി ഗിഫ്റ്റ് അങ്ങോട്ടും ഇതാ കൊടുക്കാണ്. ഗിഫ്റ്റ് കാണിച്ചു തരാം. നാളെ സന്തോഷം നിങ്ങളെ സന്തോഷമാണല്ലോ. അതെ, നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കുമല്ലോ ഇന്ന ദിവസം എന്റെ ഒരു സാധനം കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷ എന്തായാലും എടുക്കണ്ട. അപ്പൊ ആ ദിവസം എന്തായാലും നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ട് തന്നെ പോകും. ഓക്കെ, ഔപചാരികതകളൊന്നുമില്ല കേട്ടോ. അതാ ഇതൊക്കെയാണ് ഞാൻ സൈനിഷറിന് വേണ്ടിട്ട് വാങ്ങിയ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറിയ സാധനങ്ങളാ വാങ്ങിയത്. തീരെ ചെറുതായി പോയില്ല, കുറച്ച് വലുപ്പുണ്ട്. ഇതിപ്പോ സൈനിഷറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് വെച്ചാൽ സ്പ്രേ ആട്ടോ. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. വലുത് വാങ്ങിത്തന്നെ മനസ്സിലാക്കി. പിന്നെ ഇതിന് ഞാൻ എപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളെ പരിചയപ്പെട്ട അന്നേരത്തോട് തരുന്ന ഗിഫ്റ്റാണ്. ഏത് സമയത്ത് നോക്കിയാലും ഞാൻ ഇത് തന്നെയാ തരല്. പൈസ ഇതാകുമ്പോ എപ്പം കീശയിലുണ്ടാവില്ല. ഞാനിതുണ്ട് തോന്നലുണ്ടായിക്കോട്ടെ. നിങ്ങൾക്ക് ഇതാണ് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചു, എന്തായാലും വാലന്റൈൻസ് ഡേക്ക് കിട്ടുമെന്നുള്ള. രണ്ട് മുട്ടായി. ഇത് പിന്നെ ഞാളെ മക്കൾക്കുള്ളതാ. പിന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് എടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ അല്ലേ സാ നമ്മള്. ഇത് ഞാനെപ്പോ വിചാരിക്കില്ല, ഞാനെപ്പോ വിചാരിക്കും ഇതൊന്ന് എടുത്ത് വെക്കണമെന്ന്. സാമ്പത്തികമായിട്ട് വലുതാണോ അതാ. അപ്പൊ ഉള്ള ഗിഫ്റ്റ് അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ പരിധിക്കുള്ളിൽ ഒതുങ്ങുന്ന ഗിഫ്റ്റ് ഇതാണ് ഞാൻ വാങ്ങി. അത്രയേ ഉള്ളൂ. എന്റെ ഗിഫ്റ്റ് ഒന്നും ഇല്ല കേട്ടാ. ഒരിക്കലും ഞാന് വാലന്റൈൻസ് ഡേക്ക് ഓർമ്മയുണ്ടോ, നിങ്ങളൊന്നും വാങ്ങിയില്ല. കുഞ്ഞു രാവിലെ ചോദിച്ചു അച്ഛൻ എന്നാ വാങ്ങിയ, അച്ഛൻ എന്നാ വാങ്ങി ചോദിച്ചു സിദ്ധു. വേനൽ കനവായി പോയേനെ നീയില്ലെങ്കിൽ. വാലന്റൈൻസ് ഡേ ആകുന്ന സമയത്ത് ഫെബ്രുവരി മാസം ആദ്യം എന്താ ചെയ്യുക, എന്താ കൊടുക്കുക. കാരണം എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഞാൻ എന്ത് സാധനം വാങ്ങുന്നേരോ ഓളോട് ചോദിച്ചിട്ടാ വാങ്ങാം, എനിക്കെന്താ വേണ്ടത്. അപ്പൊ അങ്ങനെ ഇത് ചോദിച്ചും കൂടാ, അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എന്താ വാങ്ങുക. പിന്നെ എന്ന് പറഞ്ഞാൽ ആവശ്യം എന്തെങ്കിലും ഒന്നും ആയില്ല, അതിനെല്ലാം ഓളും കൂടെ ഉണ്ടെങ്കിലേ വാങ്ങാനും പറ്റുള്ളൂ. അപ്പൊ സംഭവം എന്നാലും ഒത്തൊപ്പിച്ചൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഇത് ഇടുവോന്നറിയില്ല, ജന്മത്തിനോട് ഇട്ടിട്ടുണ്ടാവില്ല. ഇഷ്ടായിട്ടോ സംഭവം. വേണ്ടിയില്ല സൈഷമായി തന്നെ ഞാൻ എന്റെ ഇതേവരെ ഒരു ഓർമ്മയിൽ നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ നമ്മള് യൂട്യൂബിന്റെ 4 അല്ലേ 3 അല്ലേ, ഇതുവരെ ഞാൻ മഞ്ഞ ഡ്രസ് ഇട്ടിട്ടില്ല കേട്ടോ. ഇതുവരെ എന്താ വെച്ചാൽ എനിക്ക് മഞ്ഞ ചേരൂല എന്നുള്ള എന്റെ മനസ്സിൽ ഇപ്പോഴും ചേരുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ സൈഷ എപ്പോഴും പറയും, എപ്പോഴും ഡ്രസ് ഇട്ട് എങ്ങനെ പറയും, ആ മഞ്ഞ എടുത്തോ. അതുകൊണ്ട് എടുത്തതായിരിക്കും. എന്താ പറയാ, 2 ആവശ്യമുള്ളതാണ്.
ഉതിരുകളായി പോയേനെ. ഞാനും സഹീഷേറിനും കൂടിയും പിന്നെ ഒറ്റയ്ക്ക് കുറച്ച് നേരം ഇരിക്കാമെന്നും പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിട്ടോ. അപ്പം പിന്നെ വിജിനീനെ കണ്ടു. പിന്നെ കുറച്ച് നേരം അവളോട് സംസാരിച്ച് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങള് ഭക്ഷണം കഴിച്ചതിന് ശേഷം വെറുതെ ഒന്ന് പുറത്തു പോയിട്ടോ. അപ്പൊ ഒന്നുമില്ല, വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, ഒന്ന് ഇറങ്ങാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇനിയിപ്പോ എല്ലാരും ചോദിക്കൂ ഇതെന്താ മക്കളൊന്നും ഇല്ലാത്തന്ന്. അങ്ങനെ നമ്മള് എന്താ പറയാ അങ്ങനത്തെ ഒരു അല്ല, ഇത് ഈ ഒരു ദിവസം ഫ്രീ ആയിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എമ്പക്കായ ഒരു കുറച്ച് സമയങ്ങള് എപ്പോഴും എമ്പക്ക് വേണമെന്ന് വിചാരിക്കുന്ന ഒരാളാട്ടോ ഞാൻ. ഇങ്ങനെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം, അതായത് ഇപ്പൊ ഹസ്ബൻഡും വൈഫും ഉള്ള കുറച്ച് ടൈം അതും മാറ്റി വെക്കുക. അതേപോലെ തന്നെ മക്കളെ കൂടെയുള്ള ടൈം അത് ഒരുപാട് നേരം അതും മാറ്റി വെക്കുക. അപ്പോൾ ഓല കൂടെയുള്ള സന്തോഷം വേണം, നമ്മളെ കൂടെയുള്ള സന്തോഷം വേണം. ഈ ഒരു സന്തോഷം ഉണ്ടെങ്കിലാണ് നമുക്ക് അവിടെ നമുക്ക് ഹാപ്പി ഉണ്ടാവുള്ളൂ. അപ്പൊ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറയുമ്പോൾ ഭാര്യ ഭർത്താവിന് അല്ലെങ്കിൽ കാമുകി കാമുകന്മാർക്ക് ആർക്കും ആയിക്കോട്ടെ ഓൽക്കുള്ള കുറച്ചൊരു സ്വകാര്യ നിമിഷങ്ങൾ അത് നമ്മൾ കണ്ടെത്തണം. അതേപോലെ തന്നെ നമ്മളെ മക്കളെ കൂടെ പിന്നെ ഫുൾ ടൈം അതിന്റെ ടൈം ഇല്ലല്ലോ. എന്താ പറയാ, ഒരുപാട് ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാവൂലേ, എല്ലാ ഭാര്യമാരോട് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അത് നമുക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യാനായില്ലെങ്കിൽ ബാക്കി എല്ലാത്തിനോടും നമുക്ക് ഒരു വിരക്തി വരും. ചെയ്യുന്ന റൂട്ടീൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ മാത്രം ശ്രദ്ധയാക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു വ്യത്യാസമായിട്ട് നമ്മളൊരാള് പരിഗണിക്കുന്നു, അതായത് ഭർത്താവ് പരിഗണിക്കുന്നു, നമുക്കൊരു വേണ്ടിയിട്ട് ഒരു ടൈം മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാനുള്ള ഒരു ടൈം ഇത് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന നേരം ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാത്തിനോടും നമുക്ക് ഇഷ്ടവും സ്നേഹവും ഒക്കെ വരും. അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് വാലന്റൈൻസ് ഡേക്ക് ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആവുന്ന സമയത്ത് നാളെ വലിയ ലോൺ അടയ്ക്കണ്ടേ അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പോയില്ലേ, ഒന്നുമില്ല. ഇന്നിപ്പോ ഒരു ഡേക്ക് നമ്മള് ഒന്ന് സ്പെൻഡ് ചെയ്ത് പോയി എന്ന് വിചാരിച്ചിട്ടൊന്നും വേറൊരു സാധനം നഷ്ടാവുകയൊന്നുമില്ല അല്ലേ സൈഷേട്ടാ? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഓരോ നിമിഷം ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള സംഭവമാണ്. അത് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട സമയത്ത് അത് ചെയ്തേ പറ്റുള്ളൂ. പിന്നില്ലെങ്കിൽ ഒരു കാലത്ത് നമ്മള് സങ്കടപ്പെടേണ്ടി വരും. കുഞ്ഞുവിന് നല്ല ഐഡിയ ഉണ്ട് ഇതിനെപ്പറ്റി, കാരണം കുറച്ച് മെച്ചൂരിറ്റി വന്നല്ലോ. അപ്പം അമ്മ എന്താ വാങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ സൈഷേറിന് കൊടുക്കുന്നതിന് മുന്നേ. എന്നോട് ചോദിച്ചു അച്ഛനൊന്നും വാങ്ങിക്കില്ലെന്ന് ചോദിച്ചു. പിന്നെ അതെന്താ ഞാൻ ചോദിച്ചു, വാലന്റൈൻസ് ഡേ എന്ന് സിദ്ധു കേട്ടിക്ക് അതിന്റെ അർത്ഥം അവൻ അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ മലയാളത്തിൽ അർത്ഥം എന്ന് വെച്ചാൽ അവൻ അറിയൂല, ഇതൊരു പ്രണയ ദിനം എന്നുള്ളതാണ് എന്നൊക്കെ. അപ്പോ ശരിക്കും ഞങ്ങള് കുറെ ലക്കിയാണ്, കാരണം ഇവരെ മുന്നില് നമ്മള് വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോ രണ്ടാളും ഗിഫ്റ്റ് കൊടുക്കുക ഉമ്മ കൊടുക്കുകയോ ചെയ്യുമ്പോ ഓലിക്ക് ഇത് ഈ ഒരു സംഭവം ഒരു കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് മനസ്സിലായി വരിക. അതായത് ഇതിങ്ങനെ ഒരു പ്രണയിക്കുന്ന പോലെ സ്കൂൾ കുട്ടികൾ പ്രണയിക്കുന്ന പോലെ കോളേജ് കുട്ടികൾ ഇങ്ങനെ ഒളിച്ചും ഓടി നടക്കുന്നതല്ല സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാല് ഇതൊക്കെ സ്നേഹമാണ് എന്ന് അവർക്ക് മനസ്സിലാക്കുക. എന്നാ എനിക്ക് ഇതുവരെ നമ്മളെ മക്കളുടെ അടുത്ത് കിട്ടിയൊരു റെസ്പോൺസ് കേട്ടോ. അപ്പൊ കുഞ്ഞു ആയിക്കോട്ടെ, ദേവ് മംഗലാപുരത്ത് നിന്ന് കാണുന്നുണ്ട് ഞങ്ങളെ വീഡിയോസും കാര്യങ്ങളൊക്കെ, ഭാര്യയും ഭർത്താവും കൂടി തുടങ്ങി സ്നേഹിക്കായിരിക്കുന്ന പറയും. കാരണം ഒക്കെ ഒരു 19 വയസ്സായല്ലോ. അമ്മയ്ക്ക് എന്ത് കിട്ടിയെന്നാട്ടോ ദേവ് ചോദിച്ചേ. അപ്പൊ അതാണ് നമ്മളെ മക്കളെ മുന്നിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ തുറന്ന് ഞാൻ എപ്പോഴും എനിക്ക് തോന്നുന്ന കുട്ടികളെ മുന്നിൽ നിന്നുള്ള റെസ്പോൺസ് ഞങ്ങൾക്ക് അതാണ്. ആ തുറന്നൊരു സ്നേഹമായിരിക്കും എന്ത് ചെയ്യുക, ഓർക്കും ആ തുറന്നൊരു സ്നേഹമായിരിക്കും ഓർക്കും എല്ലാത്തിനോടും ഉണ്ടാവുക. എന്ത് ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു ചീത്തയായ വഴിയിലോട്ട് പോകൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വീട്ടില് എല്ലാം കോമൺ ആണ്. ആ രീതിയിൽ തന്നെയാണ് അവര് നമ്മളെ കണ്ടിട്ട് തന്നെ പഠിക്കേണ്ടത്. വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ എന്നൊക്കെ പോലെ പറഞ്ഞ ഒരു ആഘോഷമാണ് വാലന്റൈൻസ് ഡേ. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള കുറെ ഫോട്ടോ ഫ്രെയിമും കാര്യമൊക്കെ നമ്മൾ ഓരോ വാലന്റൈൻസ്, ഞാൻ സൈഷേട്ടനുമായിട്ട് കല്യാണം കഴിഞ്ഞപ്പോ 4ാമത്തെ അല്ലേ അപ്പൊ അതിൽ ഓരോരോ പ്രാവശ്യം ഫോട്ടോസ്, പേഴ്സ്. അപ്പൊ ഇപ്രാവശ്യം സിദ്ധു പറഞ്ഞിട്ട് കുറെ ദിവസം മുന്നേ സൈഷേട്ടന്റെ പേഴ്സ് അമ്മ ഇപ്രാവശ്യം വാലന്റൈൻസ് അമ്മ ഇനിയും പേഴ്സ് വാങ്ങിക്കൊടുത്താൽ മതി കേട്ടോ, പേഴ്സ് പോവാനായിട്ട്. ഇതിപ്പോ അങ്ങനെ കോമൺ ആയി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ദിവസം പോലെ എല്ലാ ദിവസവും ആവട്ടെ എന്ന് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.